എംബഡഡ് സിസ്റ്റത്തിന്റെ 4th മോഡ്യൂളിന്റെ ഇനിഷ്യലി വരുന്ന കുറച്ച് പോർഷൻസ് ആണ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത് എംബഡഡ് C++ന്റെയും സിമിലർലി എംബഡഡ് ജാവയുടെയും വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന എംബഡഡ് CPP അല്ലെങ്കിൽ എംബഡഡ് ജാവ നമുക്കൊരു എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു എംബഡഡ് പ്രോഗ്രാമിംഗ് ഏതൊക്കെ രീതിയിലാണ് സാധാരണ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആയിട്ട് ഡിഫർ ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. എംബഡഡ് പ്രോഗ്രാമിംഗ് സാധാരണ രീതിയിൽ വളരെ ഇന്റൻസീവ് ആണ്. അതിന്റെ റീസൺസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ പല എംബഡഡ് ആപ്ലിക്കേഷൻസും റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് കാണാറുണ്ട്. സെക്കൻഡ് പോയിന്റ്, പലപ്പോഴും സേഫ്റ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഇതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ എയർ ബാഗിന്റെ കേസ് കണക്കൊക്കെ വരുമ്പം അത് റിയൽ ടൈം ആണ്. അതിനോടൊപ്പം വളരെ സേഫ്റ്റി ക്രിട്ടിക്കാലിറ്റി ഓഫർ ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. അതിനോടൊപ്പം നമുക്കറിയാം ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ മെമ്മറി ആണെങ്കിലും അതിനോടൊപ്പം തന്നെ CPU-ന്റെ പവർ ആണെങ്കിലും വളരെ കുറവാണെന്നുള്ള കാര്യം. സിമിലർലി ഒന്നിൽ കൂടുതലായിട്ടുള്ള ടാസ്കുകൾ പലപ്പോഴും പാരലി വർക്ക് ചെയ്ത് പോകേണ്ടി വരാറുണ്ട്. സോ ഈ 4 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എംബഡഡ് പ്രോഗ്രാമിംഗ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന CPP ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടോ ഇത്രയും ഡിഫർ ചെയ്ത് നിൽക്കുന്നത്. നെക്സ്റ്റ്, നിലവിലെ എംബഡഡ് പ്രോഗ്രാമിംഗിന്റെ മോർ ദാൻ 80% C അല്ലെങ്കിൽ CPP ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ C++ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഹറന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ചെക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിംഗ്ലി എംബഡഡ് C++ലേക്കും പോകാം. ഒരു ഹൈ ലെവൽ സോഫ്റ്റ്വെയറിന്റെയും അതിനോടൊപ്പം ഹാർഡ്വെയറിന്റെയും ഇടയ്ക്ക് പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ഹാർഡ്വെയറിനെ എളുപ്പം ആക്സസ് ചെയ്യാനും അതിനോടൊപ്പം കൺട്രോൾ ചെയ്യാനും കഴിയുന്നുണ്ട്. അതിനോടൊപ്പം പല എംബഡഡ് സിസ്റ്റംസും വർഷങ്ങളോളം വർക്ക് ചെയ്യേണ്ടതാണ്. നിലവിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വൺ ഓഫ് ദ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. അതുകൊണ്ട് തന്നെ C++ യൂസ് ചെയ്യുന്ന എംബഡഡ് ഡിവൈസസ് വർഷങ്ങളോളം വർക്ക് ചെയ്യും. നെക്സ്റ്റ്, C++ എന്ന് പറയുന്ന പ്രോഗ്രാം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റിന്റെക്കാളും അത് വളരെ എഫിഷ്യന്റ്ലി അബ്സ്ട്രാക്ഷൻസ് യൂസ് ചെയ്യുന്നതാണ്. എഗെയിൻ അത് വേറൊരു രീതിയിൽ പറയുമ്പം C++ കൊണ്ട് ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കമ്പയർഡ് ടു ഇംപ്ലിമെന്റ് ചെയ്യാൻ. നെക്സ്റ്റ്, C പോലെ C++ന്റെ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം ബേസ്ഡ് ആണ്. എഗെയിൻ അൽഗോരിതം ബേസ്ഡ് ആകുന്നത് കൊണ്ട് തന്നെ ഒരു എംബഡഡ് പ്രോഗ്രാം എഴുതുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ വളരെ എളുപ്പം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ ഒരു C++ൽ എഴുതുന്ന ഒരു പ്രോഗ്രാം അത് ജനറലി ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന എല്ലാ പ്രോസസ്സറിലും വർക്ക് ചെയ്യും. അതായത് C++ എന്ന് പറയുന്ന ബേസിക്കലി ഒരു പ്രോസസ്സർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. അടുത്തത് C++ന്റെ കമ്പൈലേഴ്സ് എല്ലാം തന്നെയും വളരെ ചീപ്പറാണ്. നെക്സ്റ്റ്, എംബഡഡ് സിസ്റ്റത്തിലേക്ക് C++ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാതെ പോകുന്നതിന്റെ റീസൺസ് നമുക്ക് ചെക്ക് ചെയ്യാം. എഗെയിൻ ഇവിടെ വളരെ കുറച്ച് റീസൺസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. സിമിലർലി അത് വളരെ ലെന്തിയർ ആണ്. അതിനോടൊപ്പം തന്നെ അത് കോംപ്ലക്സും ആണ്. എഗെയിൻ ഈ രീതിയിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരാൾക്കത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം ഇപ്പം മെൻഷൻ ചെയ്ത കണക്ക് C++ വളരെ കോംപ്ലക്സ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം കോഡ് ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ബട്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് C++ കൊണ്ട് എഴുതുന്ന കോഡ് വളരെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ 10 വർഷത്തോളം ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി ഒരു എംബഡഡ് സിസ്റ്റത്തിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ അപ്ഗ്രഡേഷന്റെ കാലം പുതിയ ഒരു കോഡ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ ഞാൻ C++ന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു എംബഡഡ് സിസ്റ്റം എൻവയോൺമെന്റിന്റെ വേയിൽ ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എംബഡഡ് C++ലേക്ക് പോകാം. എന്താണ് ഈ എംബഡഡ് C++ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ടിപ്പിക്കലി ഒരു C++ പ്രോഗ്രാമിനകത്ത് ക്ലാസസ് കാണാം, ടെംപ്ലേറ്റ്സ് കാണാം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കാണാം, അതിനോടൊപ്പം ക്ലാസ് ഇൻഹെറിറ്റൻസും കാണാം. ഇതെല്ലാം തന്നെ ഒരു ടിപ്പിക്കൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്.
ബട്ട് ഈ രീതിയിലുള്ള C++ന്റെ ഫീച്ചേഴ്സ് കാരണം കമ്പൈൽ ചെയ്ത് വരുന്നതിന്റെ കോഡിന്റെ സൈസ് വളരെ കൂടാൻ തുടങ്ങും. എഗെയിൻ കമ്പൈൽ ചെയ്ത് വരുന്ന കോഡിന്റെ സൈസ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മെമ്മറിയും കൂടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം എംബഡഡ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേസാണ്. അപ്പം മെമ്മറി കൺസംഷൻ കൂടുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സിക്യൂഷൻ സ്പീഡ് കുറയാൻ തുടങ്ങും. സോ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി C++ന്റെ ഒരു ചെറിയ സബ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡയലക്റ്റ് ഡെവലപ്പ് ചെയ്തു. ആ സബ് ക്ലാസിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് C++നകത്തുള്ള എല്ലാ ഫങ്ഷൻസും യൂസ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എംബഡഡ് C++ എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് 32-bit പ്രോസസ്സേഴ്സിനാണ്. എഗെയിൻ ഇവിടെ സബ് ക്ലാസ്സിന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന വേറൊന്നും കൊണ്ടുമല്ല, പല C++ലുള്ള ഫീച്ചേഴ്സും എംബഡഡ് C++ൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് അത് വേറെ രീതിയിൽ പറയുമ്പം എംബഡഡ് C++നകത്ത് C++ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും ഉണ്ട്. പക്ഷേ മെമ്മറി റിക്വയർമെന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫിഷ്യൻസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സുകളെല്ലാം തന്നെയും എലിമിനേറ്റ് ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ് C++ എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനാൽ തന്നെ അവിടെ ഒരു കോഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സോഴ്സ് കോഡ് വളരെ സിംപ്ലിഫൈ ചെയ്താണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഒബ്ജക്ട് ഓറിയന്റഡ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പ്രോഗ്രാമിംഗ് മോഡ്യൂൾസും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊപ്പം പല ഫങ്ഷൻസ് സച്ചസ് മെമ്മറി അലോക്കേഷൻ, അതിനോടൊപ്പം തന്നെ റേഞ്ച് ചെക്കിംഗ്, അത് എല്ലാം തന്നെയും ക്ലാസിന്റെ ഡെഫിനിഷൻസിനകത്താണ് വരുത്തിയിരിക്കുന്നത്, അല്ലാതെ മെയിൻ ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമിംഗിലല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിംഗ് സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. ഇങ്ങനെ റീയൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള C കോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ C++ കോഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ C++ കോഡ് ഒന്ന് കമ്പൈൽ ചെയ്യുമ്പം ആദ്യം കണ്ടതിന്റെ 5 ഇരട്ടിയോളം മാറി വരാറുണ്ട്. ഈ കമ്പൈൽ ചെയ്തിരിക്കുന്ന C++ കോഡ് ഇത്രയും വലുതായതുകൊണ്ടാണ് എംബഡഡ് C++ ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് എംബഡഡ് C++ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് എംബഡഡ് C++ എന്ന് പറയുന്നത് C++ന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ് ആണ്. ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, വിർച്വൽ ബേസ് ക്ലാസസ്, ടെംപ്ലേറ്റ്സ്, എക്സെപ്ഷൻസ്, റൺ ടൈം ടൈപ്പ് ഐഡന്റിഫിക്കേഷൻ, വിർച്വൽ ഫംഗ്ഷൻ ടേബിൾസ് ആൻഡ് മ്യൂട്ടബിൾ സ്പെസിഫയേഴ്സ്. ഈ പല ഫീച്ചേഴ്സും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആപ്ലിക്കേഷന് വളരെ യൂസ്ഫുൾ ആണെങ്കിലും എംബഡഡ് ആപ്ലിക്കേഷൻസിന് ഇതിന്റെ പലതിന്റെ ആവശ്യം വരാറും ഇല്ല. എഗെയിൻ ഇതേ കണക്കുള്ള ഫീച്ചേഴ്സ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിങ്ങിനകത്തില്ലെങ്കിൽ പോലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൈൽ ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന കോഡിന്റെ ലെന്ത് വളരെ കൂടാൻ തുടങ്ങി. അതുകൊണ്ടാണ് എംബഡഡ് C++ ഇത്രയും പോപ്പുലർ ആയത്. ഈ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കോഡിൽ സാധാരണത്തിന്റെ കാലം സം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പം യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ഡിവൈഡ് ബൈ 0 എന്ന ടിപ്പിക്കൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ പല എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ ടൈം സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതേ കണക്ക് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് വേണ്ടി വരുന്ന കേസുകളിൽ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയേറെ കാറ്റസ്ട്രോഫിക് എഫക്ട്സ് ഉണ്ടാകാം. സോ ഇപ്പം ഞാൻ സൂചിപ്പിച്ച കണക്കുള്ള ഫീച്ചേഴ്സുകൾ അവോയ്ഡ് ചെയ്യുമ്പം കമ്പൈൽ ചെയ്ത് വരുന്ന കോഡിന്റെ സൈസ് കുറവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൺ ടൈം എഫിഷ്യൻസിയും കൂടാൻ തുടങ്ങി. നെക്സ്റ്റ് നമ്മൾ C++ലും എംബഡഡ് C++ലും കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചർ ചെക്ക് ചെയ്യാം. അത് വേറൊന്നുമല്ല, ക്ലാസസിന്റെ കൺസെപ്റ്റാണ്. പല ടൈപ്പിൽ വരുന്ന വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യാം. വേരിയബിൾസിനും അറേസിനും വരുന്ന അഡീഷണൽ ആയിട്ടുള്ള മെമ്മറി
ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ഒരു പർട്ടിക്കുലർ വാല്യൂന്റെ റേഞ്ച് ചെക്കിങ്ങും അതേ കണക്കുള്ളതാണ് ടിപ്പിക്കലി ക്ലാസസിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു സി പ്രോഗ്രാമില് ഈ രീതിയിലുള്ള ടാസ്കുകളെല്ലാം തന്നെ സ്കാറ്റർ ചെയ്താണ് കിടക്കുന്നത്. അതായത് മെയിൻ പ്രോഗ്രാമിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്റർ ചെയ്താണ് കിടക്കുന്നത്. സോ നിലവിൽ നമ്മൾ C++ൽ ഉള്ളതും എംബഡഡ് C++ൽ ഇല്ലാത്തതുമായിട്ടുള്ള ഫീച്ചേഴ്സ് ചെക്ക് ചെയ്തു. സിമിലർലി രണ്ടിലും ഉള്ള ഫീച്ചേഴ്സ് ചെക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് C++ൽ ഉള്ളതും എംബഡഡ് C++ൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചറിന്റെ നേട്ടം എന്ന് പറയുന്നത് അതും കൂടെ എംബഡഡ് C++ൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഫീച്ചറാണ്. അങ്ങനെയുള്ളൊരു ഫീച്ചറാണ് ടെംപ്ലേറ്റ്സ്. ബട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടെംപ്ലേറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെമ്മറി റിക്വയർമെന്റ്സ് കൂടുന്നുണ്ട്. ബട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ മെമ്മറി റിക്വയർമെന്റ്സിനകത്ത് ലിമിറ്റ് ചെയ്യാൻ കഴിയും. അഗെയിൻ ടെംപ്ലേറ്റ്സ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ K2ന്റെ ആൻസർ ബുക്ക് തന്നെ ഒരു ബെസ്റ്റ് ടെംപ്ലേറ്റ് ആണ്. നമ്മൾ അതിനകത്ത് എഴുതുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ആൻസർ ബുക്കായി. സിമിലർലി എംബഡഡ് സിസ്റ്റത്തിൻ്റെതാണ് എഴുതുന്നുണ്ടെങ്കിൽ അത് എംബഡഡ് സിസ്റ്റത്തിന്റെ ആൻസർ ബുക്കായി. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് കോഡ് കോമൺലി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ലൈൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ എംബഡഡ് C++ലെ ടെംപ്ലേറ്റ്സിന് പുറമെ നെയിം സ്പേസസ്, അതിനോടൊപ്പം മ്യൂട്ടബിൾ സ്പെസിഫൈസ് അതെല്ലാം തന്നെയും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന് റീസൺ വേറൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ച കണക്ക് അതേ കണക്കുള്ള ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോഡിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അടുത്തതായിട്ട് നമുക്ക് ജാവ അല്ലെങ്കിൽ എംബഡഡ് ജാവയിലേക്ക് പോകാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 80% എംബഡഡ് ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്നത് C അല്ലെങ്കിൽ C++ ആണ്. ബട്ട് സ്റ്റിൽ ജാവ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വളരെ എളുപ്പം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടും ഉണ്ട്. എഗെയിൻ ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ ജാവ യൂസ് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നോൺ ഹാർഡ് റിയൽ ടൈം ആപ്ലിക്കേഷൻസിന് മാത്രമാണ്. ഈ രീതിയിൽ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ഉണ്ട്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോൺ ഹാർഡ് റിയൽ ടൈം ടാസ്കുകളിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിലവിലെ ജാവ യൂസ് ചെയ്തുകൊണ്ടുള്ള എംബഡഡ് പ്രോഗ്രാംസ് വളരെ കുറവാണ്. ബട്ട് ജാവയ്ക്കൊരു പുതു ജീവൻ കൊടുത്തത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷനിലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാനിപ്പം സൂചിപ്പിച്ച കണക്ക് ജാവ യൂസ് ചെയ്യുന്നത് വളരെ വലിയ ബിഗ് പ്രോജക്ട്സിനാണ്. അതിനോടൊപ്പം തന്നെ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടെയാണ് ജാവ. നെക്സ്റ്റ്, ഈ ജാവയും എംബഡഡ് ജാവയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ആദ്യമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു C++ഉം എംബഡഡ് C++ഉം തമ്മിലുള്ള വ്യത്യാസം. ബട്ട് ജാവയുടെ കേസിലേക്ക് വരുമ്പം അങ്ങനെ ഒരു വലിയ വ്യത്യാസം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയത്തില്ല. എനിവേ, നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് എംബഡഡ് സിസ്റ്റത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ജാവയാണ് എംബഡഡ് ജാവ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതെന്തുകൊണ്ടാണ് ഈ ജാവ അല്ലെങ്കിൽ എംബഡഡ് ജാവ എന്നുള്ള ക്ലാസിഫിക്കേഷൻ പ്രോപ്പർലി നടത്താൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എംബഡഡ് ആപ്ലിക്കേഷൻസിന്റെ എല്ലാം മെമ്മറി സൈസ് വളരെ കൂടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ജാവയുടെ മെമ്മറി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ എംബഡഡ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരുന്നു. നിലവിൽ എംബഡഡ് ജാവയുടെ ഇംപ്ലിമെന്റേഷൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ജാവയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിർച്വലി ജാവ സ്റ്റാൻഡേർഡ് എഡിഷനുമായിട്ട് ഐഡന്റിക്കലായിട്ട് മാറുകയും ചെയ്തു. അതിനോടൊപ്പം ഈ എംബഡഡ് ജാവ എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഇല്ലാതാക്കിയതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പണ്ട് കാലത്ത് ജാവ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കൺട്രോളർ അല്ലെങ്കിൽ പ്രോസസ്സറിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ജാവ പ്രൊഫൈൽസ് വേണം. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മുടെ ARM9 പ്രോസസ്സർ എല്ലാം തന്നെ. അവിടെ ഒരു ജാവ എക്സ്റ്റൻഷന് വേണ്ടി ജാസല്ല ജാവ എക്സ്റ്റൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് നിലവിലുള്ള ജാവയിൽ മോഡുലറൈസേഷന്റെ ഫലമായിട്ട് ഇതേ കണക്കുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫൈൽസിന്റെ ഒന്നും ആവശ്യം ഇല്ലാതായി.
സോ നിലവിൽ ഈ ജാവ ബാർ എംബഡഡ് ജാവ എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എംബഡഡ് ജാവയുടെ അഡ്വാൻറ്റേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജാവ അല്ലെങ്കിൽ എംബഡഡ് ജാവ എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ് കേസ് എടുക്കുമ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനോടൊപ്പം എറേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും ഫിക്സ് ചെയ്യാനും കഴിയുന്നതാണ്. സിമിലർലി നേരത്തെ സൂചിപ്പിച്ച കണക്ക് ബിഗ് പ്രോജക്ട്സിന് എംബഡഡ് ജാവ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതേ കണക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വരുന്ന പ്രോജക്ട്സിന് ഈ ജാവ വളരെയേറെ ഉപയോഗിക്കാറുണ്ട്. അതിനോടൊപ്പം തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ജാവ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, അത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്. സിമിലർലി ഞാൻ ജാവയുടെ ഇനിഷ്യൽ ഭാഗത്ത് പറഞ്ഞു ഇത് ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ഉണ്ട്. അതായത് ഡിഫറെന്റ് CPUസിനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തത്, ഇത് വളരെ സെക്യൂർഡ് ആണ്. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ആറാമത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈബ്രറീസിന്റെ ഒരു വെയർ ഹൗസ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ ഹൗസ് ആണ് ആക്ച്വലി ഈ ജാവ എന്ന് പറയുന്നത്. ഏഴാമത്തത്, നമുക്ക് ഡെസ്ക്ടോപ്പിന്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഈവൻ റിമോട്ട്ലി പോലും നമുക്ക് ജാവ ഡീബഗ് ചെയ്യാൻ കഴിയും. എട്ടാമത്തത്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജും ഒരു ഹൈ പെർഫോമൻസും തമ്മിലുള്ള ബെസ്റ്റ് കോംപ്രമൈസ് ആണ് ജാവ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് കണ്ടതുകൊണ്ട് നമുക്ക് ഇനി ഡിസഡ്വാൻറ്റേജസ് ചെക്ക് ചെയ്യാം. എഗെയിൻ വളരെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. C++ന് മെൻഷൻ ചെയ്ത കണക്ക് ഇതും ആക്ച്വലി ലെന്തിയർ ആയിട്ടുള്ള ഒരു കോഡാണ്. രണ്ടാമത്, C++ൽ മെൻഷൻ ചെയ്ത കണക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വളരെ കോംപ്ലക്സും വാസ്റ്റുമാണ്. ഇത് ആക്ച്വലി കോംപ്ലക്സ് ആൻഡ് വാസ്റ്റ് ആയതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ലൈബ്രറീസ് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മൂന്നാമത്തത്, ഇതിന്റെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. നെക്സ്റ്റ്, ഇതിന്റെ ഓരോ അഡ്വാൻറ്റേജസും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വന്നതോടുകൂടിയാണ് ജാവയ്ക്ക് ഒരു പുതുജീവൻ വീണത്. എഗെയിൻ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സും മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ വരുന്നതിന് മുമ്പ് വരെ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ടിപ്പിക്കലി ഒരു ലോ പ്രോസസ്സിംഗ് സ്പീഡിൽ വരയ്ക്കുന്ന അല്ലെങ്കിൽ ലോ മെമ്മറി റിക്വയർമെന്റ്സ് വേണ്ട സിസ്റ്റം ആയിരുന്നു. ബട്ട് നിലവിൽ നമുക്കറിയാം പല എംബഡഡ് സിസ്റ്റത്തിനും ഈവൻ 32 ബിറ്റും 64 ബിറ്റും ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് വരെ ഉണ്ടെന്നുള്ള കേസ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വരികയും ചെയ്തത്. എഗെയിൻ ഓർത്തിരിക്കേണ്ടത് ലോ മെമ്മറി റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടെക്നിക്സും വരുന്നതിന് മുമ്പ് വരെ എംബഡഡ് സിസ്റ്റം സിയിലും C++ലും എല്ലാം നോട്ട് ചെയ്തത്. നെക്സ്റ്റ്, പണ്ട് കാലത്ത് എംബഡഡ് ഡെവലപ്പേഴ്സ് ഒരു പ്ലാറ്റ്ഫോമിന് സ്പെസിഫിക് ആയിട്ടായിരുന്നു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിരുന്നത്. ബട്ട് ഈ ജാവ വന്നതിന് ശേഷം എംബഡഡ് ഡെവലപ്പേഴ്സിന് പ്രോഗ്രാം ഒരു തവണ എഴുതി കഴിഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തിലും റൺ ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തി. അതായത് ജാവ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എംബഡഡ് ഡിവൈസസിന് അതിനോടൊപ്പം ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എംബഡഡ് ജാവ വന്നതോടുകൂടി ഒരു പർട്ടിക്കുലർ എംബഡഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമും കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു എംബഡഡ് ജാവ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം അതിന്റെ ഡീബഗിംഗ് ടൂൾസും. അങ്ങനെ ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിന് എക്സാമ്പിൾ ആണ് നെറ്റ്ബീൻസ്. സോ ഈ രീതിയിലുള്ള IDEs ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എംബഡഡ് പ്രോഗ്രാംസ് വളരെ കോസ്റ്റ് കുറച്ചിറക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ജാവ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നതും ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ തരുന്ന നിലവാരത്തിൽ തന്നെ ഇറക്കാനും കഴിയും. നെക്സ്റ്റ്, നേരത്തെ സൂചിപ്പിച്ച കണക്ക് ജാവ എന്ന് പറയുന്നത് റൈറ്റ് വൺസ് റൺ എനി ടൈം ആയതുകൊണ്ട് തന്നെ ഏതൊരു ഡിവൈസിനും ഫ്ലെക്സിബിൾ ആയിട്ട് ഈ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ടാർഗറ്റ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മേ ബി ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ആകാം, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആകാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകാം. അപ്പൊ ഏതൊരു ഡിവൈസിനൊത്ത രീതിയിലും കോഡിൽ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് കഴിയുന്നുണ്ട്. അതുവഴി ഓരോ ഡിവൈസിനും വേണ്ട സെപ്പറേറ്റ് ആയിട്ടുള്ള കോഡ് എഴുതുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇതേ കണക്കുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ആപ്ലിക്കേഷൻസ് വരുമ്പം
പല യൂസർ ഇന്റർഫേസ് എലമെന്റ്സിന്റെയും സ്ക്രീൻ സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എല്ലാം തന്നെയും ഡിഫറൻ്റ് ആണ്. അപ്പം ഇതേ കണക്കുള്ള ഫുൾ ഗ്രാഫിക്സ് സപ്പോർട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഇന്റർഫേസിങ് കഴിയാറുണ്ട്. സോ ഈ ജാവയുടെ ഈ രീതിയിലുള്ള റൈറ്റ് വൺസ് റൺ എനിവെയർ അതിനോടൊപ്പം ഫുൾ ഗ്രാഫിക്സ് സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ജാവയുടെ റീസെന്റ് ആയിട്ടുള്ള വെർഷൻസ് ആണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കണക്കുള്ള ആപ്ലിക്കേഷൻസിനും കോമൺലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ അഡ്വാൻറ്റേജിലേക്ക് പോകാം. ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെന്റിന് ഏറ്റവും നല്ല രീതിയിൽ അഫോർഡബിളും സിമിലർലി ഏറ്റവും നല്ല രീതിയിൽ റിലയബിളും ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ഇത് മോസ്റ്റ് അഫോർഡബിൾ ആയതിന്റെ റീസൺ നേരത്തെ സൂചിപ്പിച്ച കണക്ക് വളരെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ IDE ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് സപ്പോർട്ട് ഉണ്ട്. സിമിലർലി വളരെ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നെറ്റ്വർക്കിങ്ങിനും സിമിലർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഒറ്റത്തവണ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവൈസസിനും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, നമ്മൾ ജാവയുടെ വിർച്വൽ മെഷീനിൽ തന്നെയാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ റൺ ചെയ്യുന്നതിനേക്കാളും മോർ റിലയബിളും ആകാറുണ്ട്. നെക്സ്റ്റ്, 5ാമത്തത് ജാവ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ആയിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കണക്ക് ജാവയുടെ കേസിൽ ധാരാളം ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം സെൻസേഴ്സും ആക്ടിവിറ്റീസും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ബട്ട് വേറെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തിരുന്നാലും ആ കോഡ് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് സച്ചാസ് I2C അല്ലെങ്കിൽ SPI അതിന്റെ എല്ലാം തന്നെയും കോഡും കൂടെ എക്സ്റ്റെൻസീവ്ലി റൈറ്റ് ചെയ്യേണ്ടി വന്നേനെ. നെക്സ്റ്റ്, 6ാമത്തെ പോയിന്റ് പോകുന്നത് ജാവ മൾട്ടി ടാസ്കിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എഗെയിൻ ഓർത്തിരിക്കുക, മറ്റു ഒരു എംബഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ജാവ തരുന്ന കണക്ക് മൾട്ടി ത്രെഡിംഗ് ഫീച്ചേഴ്സ് തരാറില്ല. മൾട്ടി ത്രെഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 5th and 6th മോഡ്യൂൾസിൽ കവർ ചെയ്യും. അതായത് ഒരു പ്രോഗ്രാം തന്നെ കുഞ്ഞു കുഞ്ഞു ത്രെഡ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആ ഡിഫറെന്റ് ത്രെഡ്സുകൾ ഒരേ സമയം വർക്ക് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം റൺ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ വളരെ ക്രൂഡായിട്ടുള്ള കൺസെപ്റ്റും. ജാവ 8 മുതൽ ലാംഡ എക്സ്പ്രഷൻസും സ്ട്രീംസും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എംബഡഡ് ഡെവലപ്പേഴ്സിന് ലൂപ്പ് കണക്കുള്ള സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് അത് ഫങ്ഷണൽ അപ്രോച്ചായിട്ട് നടത്താൻ കഴിഞ്ഞു. എഗെയിൻ ഓർത്തിരിക്കുക, പലപ്പോഴും ലൂപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് വളരെയേറെ റൺ ടൈം എടുക്കുന്നു എന്നുള്ള കാര്യം. നെക്സ്റ്റ്, 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിമോട്ടായിട്ട് നമുക്ക് ജാവ ഡീബഗ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ടിപ്പിക്കലി നമുക്ക് ഉപയോഗം വരുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിലാണ്. എഗെയിൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സിലെ പല ഡിവൈസസിനും മേ ബി ഡിസ്പ്ലേ കാണണം എന്നില്ല. അപ്പം ജാവയുടെ കൂടെ കിട്ടുന്ന ഫ്രീ ടൂൾസിനോടൊപ്പം ജാവ മാനേജ്മെന്റ് എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പം ഡീബഗിംഗ് നടത്താവുന്നതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഹെൽപ്പോടുകൂടി റിമോട്ട്ലി വേണമെങ്കിലും നടത്താവുന്നതാണ്. നെക്സ്റ്റ്, 8ാമത്തത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ജാവയിൽ നമ്മൾ മോഡുലാർ രീതിയിലാണ് പ്രോഗ്രാമിംഗ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള സെക്യൂരിറ്റി കൺസേൺസ് എല്ലാം തന്നെ മിനിമലാണ്. ജാവ യൂസ് ചെയ്ത് എഴുതുന്ന ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസിന് മേ ബി സം സെക്യൂരിറ്റി റിസ്കുകൾ ഉണ്ടാകാം. ബട്ട് ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിനെ അവോയ്ഡ് ചെയ്ത് ബാലൻസ് ഉള്ളതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, 9ാമത്തത് നമ്മൾ ജാവ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എംബഡഡ് ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ടൈം വളരെ കുറവായിരിക്കും. അതിന് കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലൈബ്രറീസ് ആണുള്ളത്. നമ്മൾ അല്ലാതുള്ള കേസ് എടുക്കുമ്പം ഈവൻ I2Cയുടെയോ SPIയുടെയോ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോഡുകൾ ഡെവലപ്പറിനെ എഴുതേണ്ടി വരുമ്പം ഇതിനകത്ത് ഇത്രയും ലൈബ്രറീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് റെഡിലി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യുന്ന ഒരു ജാവ കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും കഴിയുന്നതാണ്.
ഈ കാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു എംബഡഡ് ഡെവലപ്പറിന് ഡെഡ് ലൈനിനുള്ളിൽ ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 10th വണ്ണായിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ജാവയില് ഡൈനാമിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെമ്മറി മാനേജ്മെന്റ് ആണ് നടക്കുന്നത് കമ്പയർഡ് ടു അതർ എംബഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ടിപ്പിക്കലി ജാവയിൽ ഗാർബേജ് കളക്ടർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതിന്റെ ഫങ്ഷനാലിറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു എംബഡഡ് ഡെവലപ്പറിനാണെങ്കിൽ മെമ്മറിയിൽ അനാവശ്യമായിട്ട് പോയിന്റ് ചെയ്യുന്ന കേസസ് സച്ചാസ് ഒരു അൺനെസസറി ഒബ്ജക്റ്റിനെയൊക്കെ റെഫർ ചെയ്യുന്ന കേസുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ കഴിയും. ജാവയ്ക്കെതിരെ ടിപ്പിക്കലി ഉണ്ടാവുന്ന ആരോപണം എന്ന് പറയുന്നത് ഇപ്പൊ സൂചിപ്പിച്ച കണക്കുള്ള മെമ്മറി ലീക്കാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു എക്സ്പെർട്ട് ഡെവലപ്പറിന് ഗാർബേജ് കളക്ടറിന്റെ ഫങ്ഷനാലിറ്റി കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് മച്ച് ബെറ്റർ ടു മാനുവൽ മെമ്മറി മാനേജ്മെന്റ് ആണ്. ഈ മാനുവൽ മെമ്മറി മാനേജ്മെന്റ് ആണ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ലോ ലെവൽ എംബഡഡ് സിസ്റ്റം ലാംഗ്വേജസിലും യൂസ് ചെയ്യുന്നത്. സോ എംബഡഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.